ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്നതോടുകൂടി തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ കാണാൻ സാധിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നതിനുള്ള റൂൾസാണ് ആദ്യം തന്നെ പറയുന്നത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത്, എല്ലാ എലമെൻറ്റ്സും അല്ലെങ്കിൽ ഗ്യാസസ് അതിൻ്റെ അൺകമ്പൈൻഡ് ഓർ എലമെൻ്റൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് കോപ്പർ, അയൺ, സൾഫർ, സോഡിയം എന്നിവയൊക്കെ അതിൻ്റെ നാച്ചുറൽ സ്റ്റേറ്റിലാണ്. അങ്ങനെയാണെങ്കിൽ 0 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. ഗ്യാസസ് അതുപോലെ H2N2, O2, F2 ഒക്കെ നാച്ചുറൽ സ്റ്റേറ്റിലായതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. സെക്കൻഡ് റൂൾ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫ്ലോറിൻ -1 ആണ്. മറ്റ് ഹാലജൻസും -1 ഓക്സിഡേഷൻ നമ്പർ കാണിക്കും. അത് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റവുമായി ബോണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ മാത്രമേ -1 ഓക്സിഡേഷൻ നമ്പർ കാണിക്കുകയുള്ളൂ. തേർഡ് റൂൾ, ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്, അതായത് നമുക്കറിയാം ആൽക്കലി മെറ്റൽസ് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം. ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ലിഥിയം ആണ്. അതുപോലെ ലാസ്റ്റ് എലമെൻറ്റ് ഫ്രാൻസിയം. ഇവയ്ക്കെല്ലാം തന്നെ +1 ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും. ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് ഓൾസോ കോൾഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. എക്സാമ്പിൾ ബെർലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇതിന് +2 ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും കാണിക്കുന്നത്. അതുപോലെ ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് +1 ആയിരിക്കും, എക്സെപ്റ്റ് അയണിക് ഹൈഡ്രൈഡ്സ്. അയണിക് ഹൈഡ്രൈഡ്സിന് എക്സാമ്പിളാണ് സോഡിയം ഹൈഡ്രൈഡ്, കാൽഷ്യം ഹൈഡ്രൈഡ് ഒക്കെ. അതിന് +1 കാണിക്കുകയില്ല. ബാക്കി എല്ലാത്തിനും ഹൈഡ്രജൻ +1 ആണ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നത്. ഫിഫ്ത്ത് റൂൾ, ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2 ആണ് എല്ലാ കോമ്പൗണ്ട്സിൻ്റെ കേസിലും. പക്ഷേ കുറച്ച് എക്സെപ്ഷൻ പറയുന്നുണ്ട്. -1 ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും ഓക്സിജൻ പെറോക്സൈഡിൻ്റെ കേസിൽ. എക്സാമ്പിൾ ഹൈഡ്രജൻ പെറോക്സൈഡ്, സോഡിയം പെറോക്സൈഡ് എന്നിവ. -1/2 ആണ് ഇൻ ദ കേസ് ഓഫ് സൂപ്പർ ഓക്സൈഡ്. എക്സാമ്പിൾ KO2. +2 ആണ് ഇൻ ദ കേസ് ഓഫ് F2O. +1 ഇൻ ദ കേസ് ഓഫ് F2O2. അപ്പോൾ ഈ ഒരു എക്സെപ്ഷൻസ് മനസ്സിൽ കാണണം. ബാക്കി എല്ലാ കേസിലും ഓക്സിജൻ -2 ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ന്യൂട്രൽ മോളിക്യൂൾസ് ദ ആൽജിബ്രിയാക് സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ ആറ്റംസ് ഈസ് 0. അതായത് ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രൽ മോളിക്യൂളാണ് എന്ന് പറഞ്ഞാൽ അതിന് ചാർജ് ഉണ്ടാവില്ല എന്നർത്ഥം. ആ ഒരു കേസിൽ ഇപ്പം അത് ആ മോളിക്യൂൾ XY ആണെങ്കിൽ X+Y = 0. അതിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്, അതിൻ്റെ ആൽജിബ്രിയാക് സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി XY2 ആണെങ്കിലോ X+2Y = 0 എന്ന രീതിയിലായിരിക്കും നാം കാണുന്നത്. അതിൽ നിന്ന് Xൻ്റെ വാല്യൂ, Yൻ്റെ വാല്യൂ ഏതാണോ തന്നിരിക്കുന്നത്, ഏതാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നതാണ്. നെക്സ്റ്റ്, ഫോർ അയോൺസ് കമ്പോസ്ഡ് ഓഫ് ഓൺലി ദ ആറ്റം, 1 atom, ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓൺ ദ അയോൺ. For polyatomic ions, the sum of the oxidation numbers of all the atoms is equal to the net charge of the ion. എന്ന് പറഞ്ഞാൽ അതിന് ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ XY മൈനസ് ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് X+Y = -1 ആയിരിക്കും. ഇനി പോളി അറ്റോമിക് അയോൺസ് ആണെങ്കിൽ, എന്താണ് പോളി അറ്റോമിക് അയോൺസ്? എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ദാറ്റ് ഹാസ് എ ചാർജ്. എക്സാമ്പിൾ CO3 2-. അപ്പോൾ അതിൻ്റെ ഓൾ ചാർജ് എന്ന് പറയുന്നത് 2- ആയിരിക്കും. OH- ചാർജ് -1 ആയിരിക്കും. SO3 2- ചാർജ് 2- ആയിരിക്കും. അത്തരം കേസാണ് പോളി അറ്റോമിക് അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെറ്റ് ചാർജ് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ സം ആയിട്ട് എഴുതുന്നത്. അതിൽ നിന്നും കണ്ടുപിടിക്കാവുന്നതാണ്. പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ റൂൾ അനുസരിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റിൽ വരുന്നതാണ് പൊട്ടാസ്യം. അതുകൊണ്ട് തന്നെ +1 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ.
Mn എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എക്സ് എന്ന് കൊടുക്കാം നമുക്ക്. ഓക്സിജൻ്റെ -2 ആണ്. അതിൽ നിന്നും വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ KMnO4 ടോട്ടൽ ഈക്വൽ ടു 0 ആണ്, കാരണം ന്യൂട്രൽ മോളിക്യൂളാണ്. സോ +1 + എക്സ് പ്ലസ് 4 ഓക്സിജൻ ഉള്ളത് കൊണ്ട് 4 × -2 = 0. അതിൽ നിന്നും എക്സിൻ്റെ വാല്യൂ 7 ആണെന്ന് മനസ്സിലാക്കാം. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് എന്ന് പറയുന്നത് +7 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കേസ് ക്രോമിയം ഇൻ Cr2O7 2-. അവിടെ ചാർജ് 2- എന്ന് എഴുതിയത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു പോളി അറ്റോമിക് അയോൺ ആണ്. സോ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 2- ആയിട്ടാണ് എടുക്കേണ്ടത്. അതിൽ നിന്നും ക്രോമിയത്തിന് എക്സ് വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായി നിങ്ങൾക്ക് ക്രോമിയത്തിൻ്റെ ചാർജ് കണ്ടുപിടിക്കാവുന്നതാണ്. +6 ആണ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം കിട്ടുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായും ഞാൻ ആൻസർ ചെയ്തു തരുന്നതായിരിക്കും. നെക്സ്റ്റ് Kr2Cr2O7. ഈ കേസിലും നമുക്ക് ക്രോമിയത്തിന് എക്സ് എന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്രോമിയം +6 ആണ് ലഭിക്കുന്നത്. H2SO4ൻ്റെ കേസിൽ ഇതുപോലെ 2 ഹൈഡ്രജനാണ്. സോ ഒരു ഹൈഡ്രജനാണ് +1, അപ്പോൾ 2 × +1. അതേപോലെ സൾഫർ എക്സ് ആക്കി എടുക്കുക. 4 ഓക്സിജൻ ഉണ്ട്, 4 × -2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രൽ മോളിക്യൂളാണ്, ഈക്വൽ ടു 0 ആണ്. വളരെ ഈസിയായി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സൾഫർ +6 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ലാസ്റ്റ് H3PO4. ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അതിനാ രീതിയിലായിരിക്കണം നാം എഴുതേണ്ടത്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് +5 ആണെന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.